കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഒരുപാട് കോഴികളെ വളർത്തുന്നുണ്ട്, പക്ഷെ നിങ്ങളെടുത്തുനിന്ന് ആരും കോഴിയോ കോഴിമുട്ടയോ ഒന്നും തന്നെ വാങ്ങുന്നില്ല. വളരെ നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിന് ഒരു പരിഹാരം എന്നതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കോഴീനെ വളർത്തുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരുപാടൊന്നുമില്ല കേട്ടോ, എന്നാൽ ആവശ്യത്തിന് ഉണ്ട് താനും. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വീട്ടിൽ കോഴീനെ വളർത്തുന്നതും ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, നാട്ടുകാരും വീട്ടുകാരും ആ ഒരു ജില്ലക്കാരും മൊത്തത്തിൽ അറിയണം അല്ലേ. അപ്പം ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ചില വീട്ടമ്മമാരുണ്ട്, അതായത് ചില സഹോദരിമാരുണ്ട്, വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവില്ല അല്ലേ. അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. രാവിലെ തന്നെ എൻ്റെ വീട്ടിലെ ഒരുവിധം പണികളെല്ലാം തീർത്ത് കോഴികൾക്ക് ഫുഡും കൊടുത്തതേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് അരി, മഞ്ഞൾ, മുളക് ഇതെല്ലാം പൊടിപ്പിക്കാനുണ്ട്. അതെല്ലാം മില്ലിൽ കൊടുത്തു. പിന്നെ നേരെ പോയത് റേഷൻ കടയിലേക്കാണ്. എല്ലാ മാസവും റേഷൻ കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഞാനാണ്. വീട്ടിൽ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും പുറത്ത് പോകുന്നത് ഞാനാണ് കേട്ടോ. വിനാട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാറില്ല. എല്ലാ മാസവും ഞാനാണ് റേഷൻ കടയിൽ പോകുന്നത്. അതുപോലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകാറുണ്ട്, കോഴിത്തീറ്റ വാങ്ങാൻ പോകാറുണ്ട്. പിന്നെ സ്കൂളിലെ മീറ്റിംഗ് കാര്യങ്ങൾ, സ്കൂളിൽ എന്ത് പരിപാടി ഫംഗ്ഷൻ എന്തും ആയിക്കോട്ടെ അതിനെല്ലാം പോകുന്നത് ഞാനാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ വിനാട്ടന് പോകണമെന്ന് അത്രയും നിർബന്ധമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ വിനാട്ടനെ പറഞ്ഞയക്കാറുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെയാണ് പുറത്ത് പോവാറ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും അറിയോ. ഇപ്പം തന്നെ നോക്കിക്കേ, ഞാൻ ഇതേ റേഷൻ കടയിൽ അരി വാങ്ങാൻ വന്നതാണേ. ഞാൻ എല്ലാ മാസവും ഈ ഒരു റേഷൻ കടയിൽ അരി വാങ്ങാൻ വരുന്നത് കൊണ്ട് അവർക്ക് എന്നെ നല്ല പരിചയമാണ്. പിന്നെ എന്നത്തെയും പോലെ നന്ദുമോനാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി അവർക്കുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകുന്ന സമയത്തെ നമുക്ക് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാവും. ആ ഒരു പരിചയം നമ്മുടെ കോഴി വളർത്തലിന് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു മടുപ്പായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വീട്ടിലുള്ളവരെ ആശ്രയിക്കാതെ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങുക, നമ്മൾ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവുക. സാധനങ്ങൾ വാങ്ങാനായാലും എന്തിനും ആയിക്കോട്ടെ. നമ്മൾ ആദ്യം ചില ആളുകൾക്കൊന്നും അറിയില്ല അല്ലേ, അങ്ങനെയല്ലേ പഠിക്കുന്നത്. ചില ആളുകൾ പറയും എനിക്ക് പോയാൽ സാധനങ്ങൾ നോക്കി വാങ്ങാൻ അറിയില്ല, അല്ലെങ്കിൽ മീൻ നല്ലതാണോ എന്ന് എങ്ങനെയാണ് നോക്കി വാങ്ങുന്നത് അറിയില്ല. അതൊക്കെ നമ്മൾ വയ്യ വയ്യ പഠിക്കും. തുടക്കത്തിലൊന്നും ഇതെല്ലാം പഠിച്ചിട്ടല്ലല്ലോ നമ്മളിപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഞാനൊക്കെ കോഴീനെ വളർത്തുന്ന സമയത്തെ എനിക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു. ഞാനൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് ഇതിനെങ്ങനെ സെയിൽ ചെയ്യുന്നൊക്കെ ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെട്ട് നിന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത്, ആരോടാണ് പറയേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ കോഴിത്തീറ്റയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ആ ഷോപ്പിൽ, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും ഞാൻ നമ്മളിങ്ങനെ പറയാറില്ലേ, എന്ത് പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ പറയുന്നത്, എൻ്റെ കയ്യിൽ കോഴിയുണ്ട്, നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ പറയണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവർക്ക് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തുട്ടോ. വിനേട്ടൻ്റെ ഫോൺ നമ്പറും അല്ല, എൻ്റെ സ്വന്തം ഫോൺ നമ്പറാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. എനിക്ക് അറിയാത്തൊരു വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാറില്ല. പക്ഷേ എന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ഞാൻ അവർക്ക് ഫോൺ നമ്പർ കൊടുത്തു. പക്ഷേ ഇന്ന് വരെയായിട്ടും എനിക്കതിലേക്ക് ഒരു അനാവശ്യ കോളുകൾ വരുമോ, ഒരു മെസ്സേജ് വരുമോ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇന്ന് വരെയായിട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കടയിൽ നിന്ന് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പുറത്ത് പോയിട്ട് ആളുകളായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുള്ളൂ. നമ്മൾ കൊല്ലത്തിലൊരിക്കൽ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മളെ ഒരു ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല. ഒരു പക്ഷേ അവർക്ക് നമ്മുടെ ഹസ്ബൻഡിനെ അറിയാം, പക്ഷേ നമ്മളെ അറിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പുറത്ത് പോകാൻ പറ്റുന്ന ആളുകൾ നിങ്ങൾ പുറത്ത് പോവുക. അതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് രക്ഷിതാക്കളുമായിട്ട് നിങ്ങൾക്കൊരു സൗഹൃദം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയങ്ങളിൽ ഇപ്പോൾ മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് പറയാം, ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് കോഴിയുണ്ട്, കോഴിമുട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ വാങ്ങും. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന കോഴിമുട്ടയൊന്നും ആരും അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല. കഴിയുന്നത് നാടൻ കോഴിമുട്ടയാണ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വാങ്ങി കൊടുക്കുക. അതിൻ്റെ കാര്യത്തിൽ അവർ വിലയോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസുകളൊന്നും നിങ്ങൾ കളയാതിരിക്കുക. പിന്നെ സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങാൻ പോകുന്ന ആളുകളുണ്ടാവും ചില ആളുകൾ, പക്ഷെ അവരൊന്നും പറയില്ല കേട്ടോ. അവരുടെ
അവരുടെ വീട്ടിൽ കോഴി ഉണ്ടാവും, താറാവ് ഉണ്ടാവും. ഒരക്ഷരം മിണ്ടാതെ അവർ പച്ചക്കറിക്കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് തിരിച്ചു വരും. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കുക. നിങ്ങൾ ചോദിക്കുക ചീഞ്ഞ തക്കാളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പച്ചക്കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയാം കോഴിയും താറാവും ഉണ്ടായിരുന്നു അതിന് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് എടുത്തു തരും. പിന്നീട് ഇതുപോലെ ആ ഒരു ഷോപ്പിൽ പച്ചക്കറി ഉള്ള സമയത്ത് അവരെന്തായാലും നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ അത് നിങ്ങൾക്ക് തരും. അങ്ങനെയും എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. അപ്പം നല്ല ഷോപ്പുകാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. അതുപോലെ നമ്മളിപ്പോൾ മീൻ വാങ്ങാൻ പോവുകയാണെങ്കിൽ മീനൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പഴകിയത് അല്ലെങ്കിൽ കുറച്ച് 2 ദിവസമൊക്കെ പഴക്കമുള്ള മീനുകളൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മീൻ വാങ്ങാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കഷ്ണമീനൊക്കെ ഉണ്ടാവും, കഷ്ണമീനൊക്കെ വെട്ടി നുറുക്കിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ താറാവിനൊക്കെ മീനിൻ്റെ വേസ്റ്റ് കൊടുത്താൽ താറാവൊക്കെ നന്നായിട്ട് മുട്ടയിടും. കോഴികൾക്കും മീനിൻ്റെ വേസ്റ്റ് കൊടുത്താൽ ബെസ്റ്റാണ് കേട്ടോ, അടിപൊളിയായിട്ട് മുട്ടയിടും, നല്ലതുമാണ്. പക്ഷേ എപ്പോഴും നിങ്ങൾ വേവിച്ചിട്ട് കൊടുക്കണം, ഒരിക്കലും പച്ചയ്ക്ക് കൊടുക്കരുത്. ഞാനൊക്കെ മീൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് ആദ്യം കഴുകും. നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി അതിലെ എല്ലാ അഴുക്കുകളും എല്ലാ കാര്യങ്ങളും പോക്കിയതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്തിട്ട് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ചോറിൽ കൂട്ടി കുഴച്ചാണ് കോഴികൾക്ക് കൊടുക്കാറ്. അപ്പോൾ മീൻ വേസ്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മീനൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ കഷ്ണമീനൊക്കെ വെട്ടിയതിൻ്റെ ബാക്കി ബാലൻസ് തലയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ ഇത് നിങ്ങളെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ, നിങ്ങളെ കോഴി കഴിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് പറയാം. അപ്പം മീനിൻ്റെ തല ഇതുപോലെ വേസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർ പറയും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വീട്ടമ്മയാണ്, ഞാനും വീട്ടമ്മയാണ്. നമ്മളൊക്കെ എവിടെ പോകുന്ന സമയത്തും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോലി വല്ലതും ഉണ്ടോ എന്നുള്ളത്. പറയണം, ഞാൻ കോഴീനെ വളർത്തുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയണം. ചില ആളുകൾ മിണ്ടില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ എന്തൊരു സൈഡ് ബിസിനസ് ഉണ്ടെങ്കിലും അതിനെപ്പറ്റി ആരും ഒരക്ഷരവും മിണ്ടില്ല. ഞാൻ വീട്ടമ്മയാണ്, ജോലിയൊന്നും ഇല്ല എന്ന് പറയും. ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, ഞാൻ കോഴീനെ വളർത്തുന്നുണ്ടെന്ന് പറയണം. പക്ഷേ നിങ്ങളെ വീട്ടിൽ 10 കോഴിയാണെങ്കിലും നിങ്ങൾ പറയുന്നവരോട് 10 എന്ന് നിങ്ങൾ പറയരുത്. ഈ 10 എന്നൊന്നും പറയുമ്പോണ്ടല്ലോ ഒരു വില ഉണ്ടാവില്ല. അവരായിരിക്കും 10 കോഴീനെ വളർത്തുന്നതിനാണ് അപ്പോൾ കോഴീനെ വളർത്തുന്നതെന്ന് പറയും. നിങ്ങൾ ചുരുങ്ങിയത് ഒരു 500 കോഴിയെന്നെങ്കിലും പറയണം. സംഭവം എൻ്റെ അടുത്തിപ്പം 50, 30, 80, 20, എൻ്റെ അടുത്തൊരു 100-150 കോഴി ഉണ്ട് കേട്ടോ ചുരുങ്ങിയത്. പക്ഷേ ഞാൻ എല്ലാവരോടും പറയാറ് എൻ്റെ അടുത്തൊരു 500 കോഴി ഉണ്ട് എന്നാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മളെ ഒന്ന് പൊക്കി പറയണം. 500 കോഴി എന്നൊക്കെ കേൾക്കുമ്പം അവരുടെ മനസ്സിലും ഒരു കിളി പറക്കണം. 500 കോഴിയോ, മോശക്കാരിയൊന്നുമല്ല, അത്യാവശ്യം കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും നമ്മളോട് കോഴിയും കോഴിമുട്ടയൊക്കെ ചിലവുണ്ടോയെന്ന് നോക്കിയാൽ പിന്നെ ഭയങ്കര ഡിമാൻഡാണ്. ആളുകൾ വന്നിട്ട് നമ്മളെടുത്ത് കൊടുക്കാനില്ല, കോഴിമുട്ടയ്ക്ക് ഇങ്ങനെ ഡെയിലി ആളുകൾ വിളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെടുത്ത് കൊടുക്കാനില്ല എന്നൊക്കെ അങ്ങ് കയറ്റി പറഞ്ഞേക്കണം. പിന്നെ നിങ്ങൾ ഡെയിലി വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, ഡെയിലി ഇടണം. കോഴീൻ്റെത് ഇടണം, കോഴിമുട്ട ഇടണം, കുഞ്ഞു മക്കൾ വിരിഞ്ഞാൽ അതിടണം. അതും നല്ല ഭംഗിയിൽ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റാറ്റസ് ഇടുമ്പോൾ നല്ല കളർഫുൾ ആയിരിക്കണം, നല്ല വൃത്തി വേണം, നല്ല ഭംഗി വേണം. അതായത് നമ്മുടെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് ആളുകൾക്ക് വാങ്ങി വളർത്താനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ മനസ്സിൽ വരണം. ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാറില്ലേ, ഓരോ പപ്പിക്കുട്ടികളുടെ വീഡിയോ അല്ലെങ്കിൽ ആടിൻ്റെ വീഡിയോ, കോഴികളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാറില്ലേ. നമ്മളിപ്പോൾ കോഴീനെ വളർത്തുന്ന ആളുകളാണെങ്കിലും കൂടി വേറെ സ്ഥലങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള കോഴികളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറില്ലേ. ഞാൻ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അതുപോലെയാണ്. ഇതിങ്ങനെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെടുത്തുനിന്ന് കോഴീനെ വാങ്ങാനുള്ളൊരു ആഗ്രഹം അവർക്ക് വരണം. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇപ്പം പണ്ടത്തെമാരിയല്ല കേട്ടോ, ആളുകൾ ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് കോഴീനെ വാങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും കോഴീനെ വളർത്തുന്ന ആളുകൾ നല്ല ഭംഗിയുള്ള പുള്ളിയൊക്കെ ഉള്ള, തലയിൽ തൊപ്പിയൊക്കെ ഉള്ള നല്ല ഭംഗി അങ്ങനത്തെ കോഴികളുണ്ടല്ലോ, അങ്ങനത്തെ ഓരോ മോഡൽ കോഴികൾ, അങ്ങനത്തേനൊക്കെ നിങ്ങൾ വളർത്തുക. അങ്ങനത്തെ കോഴികൾക്കൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഈ നാട്ടിലേക്കൊന്നും അങ്ങനത്തെ കോഴികൾക്ക് ഡിമാൻഡില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഏത് മോഡൽ കോഴികൾക്കാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ആ ഒരു കോഴികളെ നിങ്ങൾ വളർത്തുക. പിന്നെ പൂവൻ കോഴികളെ കുറച്ച് കൂടുതൽ വളർത്തുക. അതായത് ഈ ഉത്സവ സീസണൊക്കെ ആവുന്ന സമയത്ത് ഒരു 19 പൂവൻ കോഴികളെ നിർബന്ധമായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് വളർത്തുക. ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നിങ്ങളെടുത്ത് കോഴികളെ വാങ്ങാൻ വന്ന കസ്റ്റമർ വീണ്ടും വീണ്ടും നിങ്ങളെടുത്ത് തന്നെ വന്ന് കോഴീനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള കോഴികളെ അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ ആയിരിക്കണം അവർക്ക് കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു കസ്റ്റമർ കോഴീനെ വാങ്ങാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴീനല്ല കേട്ടോ ആ ഒരു കസ്റ്റമറിന് കൊടുക്കേണ്ടത്. അവരോട്
ചോദിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള, അതായത് അവർ ചോദിക്കുന്ന ആ ഒരു റേറ്റിലും ആ ഒരു സൈസിലുള്ള കോഴികളെ അവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴീനെ അവർക്ക് പിടിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ ചില ആളുകൾ ചെയ്യാന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇഷ്ടമില്ലാത്ത കോഴികളെ അവരുടെ ഇഷ്ടത്തിന് പിടിച്ചു കൊടുക്കും. അവർക്ക് എങ്ങനെയായാലും ഒരു മനസ്സുകൊണ്ട് അവർക്കൊരു തൃപ്തി വരില്ല കേട്ടോ. അവർക്ക് മനസ്സുകൊണ്ട് ഒരു തൃപ്തി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ വീണ്ടും വീണ്ടും നമ്മളെടുത്ത് വന്നിട്ട് കോഴീനെ വാങ്ങുള്ളൂ. ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കോഴീനെ വളർത്തുന്ന ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കും. പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുമാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കോഴി വളർത്തലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ.